ഫേസ്ബുക്കിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. എനിക്ക് വന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നാളെ നിങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവം വന്നുകൂടായികയില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ അനുമതിയോടുകൂടി തന്നെ നമ്മുടെ ഫേസ്ബുക്ക് മറ്റൊരാൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നേ കണ്ട് മനസ്സിലാക്കിയാണെങ്കിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള സ്കാമറിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ പോലെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ മുകളിൽ വന്ന് കിടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗെറ്റ് പേജ് വെരിഫൈഡ് എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇവിടെ ശരിക്കും ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഗെറ്റ് പേജ് വെരിഫൈഡ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഹലോ, ആകർഷകമായ ഓഫറുമായി ഞങ്ങൾ എത്തിച്ചേരുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെയാണ് ഇവർ എനിക്ക് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് വായിച്ചു നോക്കി. പക്ഷേ ഇതിൻ്റെ താഴെ ഇവർ എഴുതിയതിൻ്റെ താഴെ നിങ്ങൾക്കൊരു സംഭവം കാണാം. ഇത് കണ്ടോ, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലിങ്കും അതുപോലെ തന്നെ ഇവിടെ എഴുതിയത് മെറ്റ വെരിഫൈഡ്. നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നാണ് ഇവിടെ ഉള്ളത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി, എന്താണെന്ന് അറിയാമല്ലോ. കറക്റ്റ് മെറ്റ വെരിഫിക്കേഷൻ്റെ അവരുടെ സൈറ്റിലേക്ക് തന്നെ പോകുന്ന രൂപത്തിൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. ഇവിടെ അപ്ലൈ എന്ന ഭാഗം കാണാം, അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജ് പോലെ തന്നെ ഇവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അതിലെ 1-2 ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കണം എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു മൊബൈലിൽ നിന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് വെരിഫൈ ആകും, എന്നിട്ട് നിങ്ങൾക്ക് ബാഡ്ജ് ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളെങ്ങാനും ലാപ്ടോപ്പിലൊക്കെ ലോഗിൻ ചെയ്തിട്ട് ഇവർ പറയുന്ന പോലെ കൃത്യമായിട്ട് ആ 2 ലിങ്കും കോപ്പി ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് വെരിഫൈ ബാഡ്ജൊക്കെ കിട്ടുമെന്ന് കരുതി ചെയ്യുകയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അവരുടെ കയ്യിലാകും. പിന്നെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ റിപ്പോർട്ട് പോസ്റ്റ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സ്പാം എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഉടനെ തന്നെ ഫേസ്ബുക്കിന് ഈ ഒരു റിപ്പോർട്ട് നേരിട്ടെത്തുകയും അവർ ഈ ഒരു കാര്യം വെരിഫൈ ചെയ്യുകയും ഇതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സാധാരണ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വെരിഫൈ ബാഡ്ജ് പോലുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് മെയിലായിട്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് ഇതുപോലെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തിട്ട് ചെയ്യാനോ ഒന്നും ഒരിക്കലും ഫേസ്ബുക്ക് പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഫേസ്ബുക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ഷെയർ അവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.